ഇപ്പോൾ ശരിയാക്കി തരാൻ പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നും നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ട അതേ കോളേജിലാണ്, എറണാകുളത്തുള്ള സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലാണ്. കഴിഞ്ഞ എപ്പിസോഡ് പോലെ തന്നെ നല്ല കിടുക്കാച്ചി എപ്പിസോഡ് ആയി തീരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഏതായാലും കുട്ടികളൊക്കെ റെഡിയാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. ഇഷ്ടം എന്ന സിനിമയിൽ ഒരു മനോഹരമായ സീനുണ്ട്. ദിലീപും നെടുമുടി വേണുവും തമ്മിൽ അച്ഛനും മകനുമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ അവർ വഴക്കിടുന്ന ഒരു സീനാണ്. പക്ഷെ വളരെ രസകരമായിട്ട് കോമഡി ആയിട്ടാണ് ആ വഴക്ക്. നമുക്ക് ഏതായാലും ആ സീൻ ഒന്ന് കാണാം. അതാ നാരായണേട്ടനുമായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് അച്ഛനോട് ഞാൻ എപ്പോഴും പറയണേ. അച്ഛാ, നല്ല കൂട്ടുകെട്ടുകളാണ് ആളുകളെ മഹാമാരാക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു ആയിരുന്നു കൂട്ട്. വേണ്ട, അത് വിട്. നമ്മുടെ ജയലളിത, ശശികലയാണല്ലോ കൂട്ട്. എന്തിന് കെ കരുണാകരൻ, കെ മുരളീധരനാ കൂട്ട്. ഇതാ ഇപ്പൊ പോരാത്തതിന് പത്മജയൻ. അച്ഛനിപ്പോ ഇവരെ പോലെ വലിയ മഹാനാണെന്നൊന്നും ഞാൻ പറയാനില്ല. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും അച്ഛൻ ഇങ്ങനെ വഷളായി തുടങ്ങിയ അത് കണ്ടല്ലേ ഞാനും പഠിക്കണത്. ഞാനും വഷളായി പോവില്ലേ? ഒരു കാര്യം അച്ഛൻ മനസ്സിലാക്കണം. അച്ഛന്റെ വെറും 28ാമത്തെ വയസ്സ് തുടങ്ങിയ അച്ഛൻ എന്നെ കാണാൻ തുടങ്ങിയത്. പക്ഷെ ഞാനോ ജനിച്ച അന്ന് മുതൽ ഞാൻ അച്ഛനെ കാണാൻ തുടങ്ങിയതാ. അപ്പം സെൻറ്റ് ആൽബർട്ട്സിലെ കുട്ടികൾ ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സ്ക്രിപ്റ്റൊക്കെ പഠിച്ച് വളരെ അടിപൊളിയില്ലായിരുന്നു സ്ക്രിപ്റ്റൊക്കെ. സിനിമ കണ്ടതാണോ? ആ, അപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. അപ്പം നമ്മോട് തുടങ്ങാം. ഓക്കെ, നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. യെസ്. അപ്പോൾ ആദ്യം ആരാണ് വരുന്നത്? ജയശ്രീ വരൂ. ഫസ്റ്റ് നിങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങളുടെ നിന്ന് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് ജയശ്രീ. അപ്പോൾ അങ്ങോട്ട് തുടങ്ങിയാലോ? റെഡിയല്ലേ? ആക്ഷൻ. അതാ നാരായണേട്ടനായിട്ടുള്ള കൂട്ടുകെട്ട് വേണ്ടെന്ന് ഞാൻ അച്ഛനോട് എപ്പോഴും പറയണത്. അച്ഛാ, നല്ല കൂട്ടുകെട്ടുകളാണ് ആളുകളെ മഹാന്മാരാക്കുന്നത്. ഉദാഹരണത്തിന് ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ഇവരെല്ലാവരും ആണല്ലോ കൂട്ട്. എന്തിന് ഇപ്പം നമ്മുടെ ജയലളിതയും ജയലളിതയും ശശികലയാണല്ലോ കൂട്ട്. എന്തിന് കെ കരുണാകരനും കെ മുരളീധരനുമാണ് കൂട്ട്. ഇപ്പതേ പത്മജയും. അച്ഛനിപ്പൊ ഇവരെ പോലെ മഹാന്മാരാവണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അച്ഛനിങ്ങനെ ദിവസം തോറും വഷളായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ? അച്ഛനെ കണ്ടല്ലേ ഞാൻ പഠിക്കണത്. അച്ഛൻ്റെ വെറും 28ാമത്തെ വയസ്സിൽ എന്നെ കണ്ടു തുടങ്ങിയത്. പക്ഷെ ഞാനാണെങ്കിലോ ജനിച്ച അന്ന് തൊട്ട് അച്ഛൻ്റെ മോന്ത കണ്ട വളർന്നത്. വേണ്ട മോളെ, ചായം ബജ്ജൊന്നും ഇപ്പൊ റെഡിയല്ലേ? റെഡിയാണ്. പിന്നെന്താണ്? അത് റെഡിയാണ്. റെഡിയാണ്. ഓക്കെ, റെഡി, ആക്ഷൻ. അത് അച്ഛനോട് പോയി, ഫ്ലോയും പോയി. സ്റ്റാർട്ടിങ് ആരെങ്കിലും ഒന്ന് ഇട്ടെന്നിരുന്നെങ്കിലും ഒന്ന് തുടങ്ങായിരുന്നു. സത്യസന്ധത, നോ സിൻസിയറിറ്റി. കം ഓൺ. അതാ അച്ഛനോട് ഞാൻ പറയണത്, നാരായണേട്ടനോട് കൂടരുത് പറയണത്. ഈ മഹാന്മാരാണെങ്കിൽ വലിയ കുറച്ച് നല്ല കൂട്ടത്തിൽ വരണമല്ലോ. അതെ, അതിനകത്ത് ആരൊക്കെ വരണം? മറ്റേ ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റു ആയിട്ടുള്ള കൂട്ടുകെട്ട് പോലെ, പിന്നെ ശശികലയും ജയലളിത ആയിട്ടുള്ള കൂട്ട് പോലെ, കെ കരുണാകരനും ഒരു പുള്ളിയും കൂടി ഉണ്ടായിരുന്നു. പേര് മീല തുടങ്ങുന്നത്, നായില അവസാനിക്കും. എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരമുള്ളൂ. കെ കരുണാകരനും കെ മുരളീധരനായിട്ടുള്ള കൂട്ടുകാരാണെന്ന്. കെ കരുണാകരനും കെ മുരളീധരനും കൂട്ടുകാര്. പത്മജ അറിയില്ല. ഇങ്ങ് അതാരാന്ന് പറഞ്ഞോളൂ. പത്മജ കെ കരുണാകരനും കെ മുരളീധരനും തമ്മിലുള്ള ബന്ധം എന്തുവാ? അയ്യോ, ആർക്കറിയാം? ഇങ്ങ് വേടാ ഒന്ന് പറഞ്ഞ. അച്ഛനും മകളുമോ? കെ കരുണാകരനും മുരളീധരനും ഫ്രണ്ട്സാ അല്ലേ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ ശവമേ. വേറെ ഒരു ബന്ധമില്ലേ? അച്ഛനും മകനും. ഓക്കെ, അതിന് പറ. അപ്പൊ പത്മജ പെങ്ങളായിരിക്കും. കരുണാകരന്റെ പെങ്ങളോ? ആയിരിക്കണല്ലോ. മോനാണെങ്കിൽ പെങ്ങളോ വേണമല്ലോ. ആരാണ്? അതാരാണ്? പത്മജ ആരാ? കെ കരുണാകരന്റെ
അങ്ങനെ എന്തൊരു ബന്ധമുണ്ട് അവരായിട്ട്? അയ്യോ നല്ല അറിവാണല്ലേ. നീ വാ, നീ എന്ന് പറഞ്ഞ ആരാണ്? ആരാണ് പത്മജ? ആരാ? സാഹിത്യകാരിയാണെന്ന്? എന്റെ പൊന്നോ, ഭയങ്കരമായ ആള്. രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ആണ് പത്മജ. കെ കരുണാകരനായിട്ടുള്ള ബന്ധം എന്തോ? വേറെ ആർക്ക് പറയാം? പറ. അറിയത്തില്ല. ഗോകുല എവിടെ? ഗോകുല പറ മോനെ. മകള് മുരളീധരൻ കരുണാകരന്റെ മകൻ, പത്മജ മകളും. ആരുടെ? കരുണാകരന്റെ. ഉറപ്പിക്കാവോ? ഉറപ്പാണ്. ആ ശരി, എന്നാ ബാക്കി ഡയലോഗ് ആ ഇവര് ഉള്ള കൂട്ട്. പക്ഷെ അവരെ പോലെ ഒന്നും അവൻ അച്ഛനോട് ഞാൻ പറയില്ല. മഹാന്മാരാ. ആദ്യം മഹാമാരിയിട്ട് അവനൊന്നും അച്ഛനോട് പറയില്ല. പക്ഷെ അച്ഛൻ ഓരോ ദിവസം കൂടുമ്പോ വഷളായി വരണേ. കഷ്ടമായി പോയി. അച്ഛനെ കണ്ടല്ലേ ഞാനും പഠിക്കണത്. അപ്പൊ ഞാൻ നല്ല പോലെ ആണെങ്കില് അച്ഛൻ നല്ല കൂട്ടായിട്ടാവണല്ലോ. അതെ. അച്ഛൻ എന്നെ വെറും 28ാമത്തെ വയസ്സിലാണ് കാണാൻ തുടങ്ങിയത്. ഞാനോ അച്ഛന് ജനിച്ച അന്നോട്ട് കാണാൻ തുടങ്ങിയതാ. ഇത്രയുള്ള ഡയലോഗ്. ഓക്കെ, അടിപൊളി. പോട്ടെ എന്നാ, പോട്ടെ തമ്പി. കമന്റാ. എന്താ മോന്റെ പേരെന്താ? എൻ്റെ പേര് ഷെഫിൻ. സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചല്ലേ? ബന്ധങ്ങളെ കുറിച്ചൊക്കെ അറിയാല്ലേ? അതറിയാം. ആരാരാണ് എന്താണെന്നൊക്കെ എല്ലാം അറിയാം. എന്നാ തുടങ്ങിക്കോളൂ. അതാണ് നാരായണായിട്ടുള്ള കൂട്ടാണെന്ന് അച്ഛനോട് ഞാൻ പറയണത്. അച്ഛാ, അച്ഛനാ എന്താടോ ഇവിടെ നടക്കുന്നത്? അതാ നാരായണായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് അച്ഛനോട് പറയണത്. അച്ഛാ, നല്ല കൂട്ടുകെട്ടുകളാണ് നമ്മളെ മഹാന്മാരാക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആയിരുന്നല്ലോ കൂട്ട്. അത് വിട്. ജയലളിതയും ശശികലയുമാണല്ലോ കൂട്ട്. അതും വിട്. പോരാത്തതിന് കെ കരുണാകരനും മുരളീധരനാണല്ലോ കൂട്ട്. പോരാത്തതിന് ഇപ്പൊ പത്മജി. ഞാൻ ഇവരെ പോലെ ആവണമെന്നൊന്നും ഞാൻ അച്ഛനോട് പറയില്ല. പക്ഷേ ഓരോ ദിവസം കഴിയുന്നോറും അച്ഛൻ വഷളായിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ടല്ലേ ഞാനും പഠിക്കണേ. അതെ. ആ അല്ല, അത് ഓർത്ത് പറഞ്ഞാൽ പറ്റത്തില്ല. ആരും പറഞ്ഞു കൊടുക്കല്ലേ. അതുകൊണ്ടല്ലേ ഞാനും പഠിക്കണേ. 3 പ്രാവശ്യമായി പഠിത്തം തുടങ്ങിയിട്ട്. വന്നപ്പോ തൊട്ട് സഹിക്കണ ഇപ്പൊ 3 ഇയർ കഴിഞ്ഞു കേട്ടോ. ഇത് അതുകൊണ്ടല്ലേ അപ്പൊ ഞാനും നാലാമതായി. ഡയലോഗ് ഓക്കെ. ഞാൻ പറയാം. അതുകൊണ്ടല്ലേ അപ്പൊ ഞാനും പഠിക്കണം. ചിലരുണ്ട് കള്ളു കുടിച്ചാ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഒന്നുകൂടെ പറയാം. അപ്പൊ അച്ഛന് ഇവരെ പോലെ ഒന്നും ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഓരോ ദിവസം കഴിയുന്നോറും അച്ഛനിപ്പോ വഷളായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ ഞാനും പഠിക്കണത്. ഇത് നിർത്തിക്കോ? ഏത്? അത് കണ്ടല്ലേ ഞാൻ പഠിക്കുന്നത്. അല്ല, അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയണേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്നെ 28ാമത്തെ വയസ്സോട്ടല്ലേ കണ്ടു തുടങ്ങിയത്. ഞാനോ ജനിച്ച അന്നോട്ട് ഞാൻ അച്ഛനെ കാണാൻ തുടങ്ങിയല്ലേ. ഇത് കണ്ടല്ലേ ഇവരും പഠിക്കുന്നത്. അത് കണ്ടല്ലേ ഞാനും പഠിക്കണം. അതിന്റെ ഇടയിലുള്ള ഡയലോഗ് അത് പറഞ്ഞു.